ഞാൻ ഇവിടെ ഇങ്ങനെ ചെറിയ സ്ലാബുണ്ടായി, പള്ളിയിൽ ചെറിയ ക്ലീനിങ്ങും എല്ലാം ഓള് പണിക്ക് പോകും. അപ്പം അങ്ങനെ അവിടുന്ന് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വീടിൻ്റെ മുറ്റത്ത് നന്നാക്കാനും കാട് പറിക്കാനും ചെറിയ പണിയെല്ലാം ഉണ്ടെങ്കിൽ അതിന് എത്തിയാണ്ട് കുളിപ്പിക്കും. ഇവിടെ കസേര ഇട്ട് ഇരുത്തിയിട്ട് കുളിപ്പിക്കുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടിയിലാണ് കേട്ടോ. നൂറുദിക്കാന്റെയും ആസിതാത്താന്റെയും പ്രണയകഥ കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒരു പ്രണയകഥ കേൾക്കാൻ വരുമ്പോഴേ വെറുതെ വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്ക് നൂറുദിക്കാക്കാനും ആസിതാത്താനെയും കാണാം. വരി, ഈ ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. നിങ്ങൾക്ക് നമ്മളൊരു സമ്മാനം കൊണ്ടുവന്നിട്ട് നിങ്ങളെന്താ വേറെ മാറി നിൽക്കണേ? ഇതാ ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കണം എന്തിനാണ്? എന്താ പാട്, സുഖാണോ? അതൊക്കെ കഴിക്കലുണ്ടാ? എന്താ ഓടിക്കുന്നാല് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടാ. നമുക്ക് കഴിച്ചൂടാ? ഈത്തപ്പഴം ഇഷ്ടാണോ? പിന്നെ അണ്ടിപ്പരിപ്പിന്റെ ആളാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വർത്താനാ. എത്രയായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഒരു കൊല്ലം പോലെ. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളോ? മക്കളൊന്നും സഹായമൊന്നുമില്ല. എല്ലാ മക്കളും അതേമാതിരി ആവില്ലല്ലോ. മക്കളെ ആ കാലത്ത് ഇവിടെ നല്ല നോക്കി അവളും ഞാനും. നമ്മളെ അതിങ്ങട്ടപ്പോ വരെ തിരിഞ്ഞു നോക്കണില്ല. എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക്? 3 ആളുണ്ട്. ഒരു മോനും 2 ആണും. പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് നല്ലത്. താത്തിന്റെ കാര്യം വളരെ ഒരു പോക്കായിരുന്നു. ഒരാദ്യ കല്യാണം കഴിച്ച് മക്കളുള്ള ചങ്ങായി മരിച്ച് പിന്നെ പുറമ്പോക്കിലേക്ക് ജീവിച്ചിരുന്നു, കോഴിക്കോട് കടപ്പത്ത്. അപ്പൊ അവിടുന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് എത്രയായാലും അന്ന് നല്ല ബാല്യ സമയമാണ്. അത്രത്തോണ്ട് കല്യാണം കെട്ടിട്ട് 90 കെട്ടിയാണ്. അപ്പൊ ആ സമയത്ത് ഇവിടെ ആരെങ്കിലും എല്ലാം കൊണ്ടുപോയാണ്ട് വേദനപ്പെടുത്തണ്ടല്ലോ എന്നുള്ളവർക്ക് ഞാനന്ന് രസം ഡിഗ്രിയുടെ പറഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ടുപോയാണ്ട് ഇക്കാഴ്ച നോക്കിയാൽ നിൽക്കോ ചാന്നാണ്. അങ്ങനെ കുറ്റിച്ചാറ കാലിലേക്ക് തോന്നുന്നത് വീടും ചോദിച്ചു. മൂപ്പര് മരിച്ച് അലഹമില്ല. മൂപ്പര് വാപ്പ കാലിയായിട്ട് എനിക്ക് നിൽക്കാഴ്ച അലഹമില്ല. അന്നോട്ട് ഇന്ന് വരെ ഞാൻ കൈവിട്ടില്ല. അവിടെ പണിക്ക് പോയി അതിനെല്ലാം നഷ്ടപ്പെട്ട് കണ്ണുപോയി. കണ്ണ് തീരില്ല. അത് ശാരീരിക കണ്ണുമാന പൈസ മുടക്കി കോയമ്പത്തൂരെല്ലാം കൊണ്ട്. എന്താ കാഴ്ച നഷ്ടപ്പെട്ട്? ഷുഗർ കുടിക്കും. എത്രയായിപ്പോ? അതൊരു 6 കൊല്ലം കഴിഞ്ഞു. അല്ലാതെ ഒരു അസുഖങ്ങൾക്ക് ചെയ്യുന്നു. നല്ലോണം പണിക്ക് പോയി വരും. മക്കൾക്ക് പോലും ഒരു വന്നാട് പണി ചെന്നാട് അമ്മൻ്റെ അടുത്തുനിന്ന് ഓരോ തിടുക്കന്മാരിന് ഉള്ളത് ചോദിച്ചിട്ട് എന്നെ കാണാതെ കൊടുക്കും. നമ്മള് പോയിച്ച മക്കളും വേണം, ചെറിയ മക്കൾ. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഓ, നിന്റെ ഭാര്യയും കുട്ടികളും ഇവിടെക്കാട്ടി പിന്നെ അസുഖക്കാറ്റിയാ ഉണ്ടായിരുന്നു. ഭാര്യക്ക് അതേമാതിരി അതിപ്പോ ജീവിച്ചിരിക്കുന്നത്. എന്റെ മക്കളെല്ലാം ഇവിടെ വരുത്തുണ്ട്. എന്നെ കാണാനും ഇവിടെ കാണാനുണ്ട്. എന്നെ കാണാനും വരുത്തുന്നു. നിങ്ങൾക്ക് എന്നാ കൊണ്ടേ കൊടുക്കും കോഴ്സിലും. അല്ലാതെ എന്തെങ്കിലും പോകാൻ എത്തുന്നെങ്കിൽ 10-100 കൊടുത്ത് തിന്നോളി അറിയും. ഇവിടെ കൊടുക്കും. അങ്ങനെയല്ലേ നമ്മളെ മക്കളും എത്തുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും മുടങ്ങിക്കുന്നു. ഇപ്പൊ ഈ കാരണം ഇവിടെ നോക്കുന്ന കാരണം എന്റെ മക്കള് വരുന്നില്ല. ഉമ്മാക്ക് വയ്യാത്തതും പിന്നെ ഇവിടെ മക്കള് നോക്കില്ല. പിന്നെ നമ്മള് പോണെന്നുള്ളൂ വിചാരിച്ചിട്ട് ഇവിടെ ഇട്ടാളാൻ പറ്റുമോ? ഞാൻ മരിക്കുന്നവരെ ഓളെക്കാട്ടി പിന്നെ ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന്റെ ഓളെ വിധി പോലാവും. നിങ്ങളായിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം ചെയ്യല്. ആരാ ഉമ്മന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എല്ലാം ഞാൻ തന്നെ. ഉമ്മ ഇപ്പൊ ഇങ്ങനെ ഇരിക്കലാണ് എപ്പോഴും? എല്ലാം ഇപ്പൊ കിടക്കലുണ്ട്. കിടന്ന് പാല് ഉറങ്ങണ്ട. ഇന്നലെ രാത്രി ഫുഡ് ഉറങ്ങിയില്ല. എന്തോ ഒരു വെറുതെ ഓരോരുത്തർ വിളിച്ച് കഴിയാ. പിന്നെ എങ്ങനെ വച്ചിടാ. പിന്നെ ദിക്റ് സ്വലാത്തിന്റെ അറിയായിട്ടില്ല. അത് ചെല്ലുന്നത് ഇപ്പൊ പിള്ളേർക്ക് മനസ്സിലാവും. ഉറങ്ങലില്ലേ? പാരി കൊടുക്കലാണോ? അണ്ടിപ്പരിപ്പ് കഴിക്കൂലേ? രസമുണ്ടോ? ഇഷ്ടായോ? ഇനിയും കൊറേ ഉണ്ട് കേട്ടാ. പിസ്തുണ്ട്, ബദാം ഉണ്ട്, പിന്നെ ഈത്തപ്പഴുണ്ട്. ഒക്കെ തിന്നണോ? ജ്യൂസ് അടിച്ചിട്ട് മുക്ക് കൂടെ വേറിട്ട് കൊടുക്കില്ലേ. അതിനൊരു ചെറിയ ഡബ്ബലുണ്ട്, അങ്ങനെ കൊടുക്കില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് കൊടുത്തിട്ട് ഒന്നും ആകുന്നില്ലല്ലോ. അറിയാതെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഞ്ഞി കുടിച്ചിട്ട് എന്താണ് കുറെ വെള്ളം ഇങ്ങനെ ദയവായിട്ട് പോകാന്നല്ലാതെ. അപ്പൊ അത് ഊരിയെടുത്താളിന്ന് അങ്ങനെ ഊരിയെടുത്ത് പിന്നാണ് ഇങ്ങനെ ഭക്ഷണം ബ്രെഡും എന്തെങ്കിലും ബന്നോ എല്ലാം കൊടുക്കുക.
അലഹമില്ല അതെങ്ങനെ തിന്നാണ്ട് ഉം. അപ്പോൾ ഇരുത്തിയാണ്ട് എന്തെങ്കിലും കുടിക്കാനും കൊടുക്കും. ഉം. വെള്ളച്ചായ പാലെന്തെങ്കിലും വാങ്ങിച്ച് രസം വെള്ളം അധികം വെച്ച് ടോയ്ലറ്റിൽ എങ്ങനെ നിങ്ങള് എടുത്തുകൊണ്ടോലാണോ? ആ എടുത്തുകൊണ്ടോ നടക്കൂലേ? നടക്കൂല, നീർന്ന് നിൽക്കൂല. എല്ലാം നടന്നതിനൊപ്പം ഈ അടുത്ത് ഒരു 5-10 ദിവസം കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞറിഞ്ഞു പോകാം. വീണോ? ആ വീണ് കക്കൂസിൽ വീണു. കക്കൂസ് വീണമെന്ന് ഞാൻ വിളിച്ച് വരും പറഞ്ഞിട്ട് മുപ്പൊരു കസാര വന്നു. പുറത്ത് കൊണ്ടുവന്ന അവിടെ എത്തി മലമൂത്രം ചെയ്താൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണാണോ അപ്പൊ സ്ഥിരമായിട്ട്? ഇപ്പം ദൂരാൻ ഞാൻ കസാല ഇങ്ങോട്ട് അടുപ്പിച്ചു. പിന്നെ മൂത്രം വയ്ക്കാൻ പൈപ്പ് ഉണ്ടായതിൻ്റെ പേരിൽ അതങ്ങനെ ചെയ്യും. ചെയ്ത് ഓരോ നന്മകളുണ്ട് ഉണ്ടാവും കാലത്ത്. അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഇപ്പം അവൾക്ക് ഇങ്ങനത്തെ വിഷമങ്ങളൊന്നും വരാത്ത ആളെയില്ല. അപ്പം വന്നത് ഇങ്ങനെയുള്ള ഷുഗർ എന്നുള്ള ഒരു അസുഖം വന്നതോടാണ്. കണ്ണിന് കാഴ്ച പോയിട്ട് ഇപ്പൊ എത്രയായി? 6 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ എത്ര കാലമായി നിങ്ങള് രണ്ടാളും ഒരുമിച്ചിട്ട്? 18-20 കൊല്ലമായി. 98 കഴിച്ചതാണ്. നമ്മൾ രണ്ടാളും നയിച്ചു നോക്കിയ മക്കളാണ്. ഓർക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കാനുള്ള സ്വാധീനം കുറവാണ്. അത് ഓല് ചെയ്യണില്ല. അതാ വലിയ വിഷമം. വിളിച്ചിരുന്നോ നിങ്ങള്? ഓരെ വിളിച്ചിരുന്നോ? ഒരു വരുന്നില്ല എന്നാ പറയണേ. ഞാൻ ഓരോ പണി കഴിഞ്ഞാലും കാതിൽ കൗച്ചിലെല്ലാം വാങ്ങിയിട്ട് എടുത്ത് പൊന്നുള്ള ആളെ. പൊന്ന് നല്ലോണം വാങ്ങിട്ട് അന്ന് 16-20 റുപ്യയിലും വില ഉള്ളൂ. മോള് പണി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും സമ്പാദ്യം എന്തായിക്കോട്ടെ വെച്ച് പൊന്നെല്ലാം വാങ്ങിക്കും. ഞാൻ അല്ലാത്ത മക്കളൊന്ന് കഴിച്ചു തുടങ്ങി. ഒരു ദുഃഖം പണി വന്നു കൊണ്ടുപോയി. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് പൊണ്ണു അവര് കൊണ്ടുപോയില്ല. അപ്പൊ നോക്കാൻ അവരില്ല. നോക്കാനുണ്ടായി എന്തെയ്തെന്ന് വെച്ചാൽ പറഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്യാതെ നോക്കണ്ട അത് വന്നാലും മതില്ലേ. അതും ചെയ്യണില്ല. എത്ര ദിവസമായി ഇപ്പൊ വിളിച്ചിട്ട്? ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട്. കരയില്ലേ എല്ലാം ശരിയാവും. പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ. അതാ പറയാ. അതാ കാണുന്നുണ്ട് നമ്മളെല്ലാ ബുദ്ധിമുട്ടും. അതാണ് അവിടെ നാവിടുത്താ പറയാ. പിന്നെ ഈ എണ്ണീന്റെ അസുഖം ഇത് ഭയങ്കരമായാണ്. ഞാനീ വേദനയായിട്ട് 2-3 നാൾ ഇപ്പോൾ സിനിമയ്ക്കുമ്പോൾ എല്ലാവരും ഹസ്ബൻഡിന്റെ കാര്യത്തിലൊക്കെ ഒന്നും വേണ്ടി മെനക്കെട്ട് ഇതിനെ നോക്കാൻ ആളില്ല. ഒറ്റക്കാക്കാൻ കഴിയില്ലല്ലോ അല്ലേ? ഒറ്റക്കാക്കാൻ മക്കൾ വന്നിട്ട് ഒരു 10 ദിവസം കൊണ്ടാക്കിയിട്ട് മക്കള് ഞാനില്ലാത്തപ്പോൾ ഇവിടെ കൊണ്ടാക്കി. ഒറ്റക്ക ഇവിടെ കൊണ്ടാക്കിയോ? തുറക്കാതെ അതിൽ ഞാൻ മോൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പം നല്ല നോക്കിയിട്ട് പോകുന്നുണ്ട്. എന്നെ ഡോക്ടറെല്ലാം കൊണ്ടുപോകും. ഹസ്ബൻഡ് എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ഇതിനവിടെ നമ്മളിവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ എത്തുന്നതിൻ്റെ തന്നെ നന്ന രാവിലെ 6-7 മണീൻ്റെ മുന്നേ തുറക്കാത്ത വാതിലിൻ്റെ ഇവിടെ കൊണ്ടാക്കി. ഇവിടെ തൊള്ളോണ്ട് പറഞ്ഞു പഠിച്ചോൻ്റെ സഹായം ഉണ്ട് നമുക്ക്. അതാൻ്റെ സഹായം ഉണ്ട് നമുക്ക്. അതാൻ്റെ സഹായം ഉണ്ട്. അത് നമ്മുടെ കൂടുതലുണ്ട്. എന്താ പറയുക, സാധാരണ ഉച്ചക്ക് ചോറുന്നില്ല. ഇന്നിപ്പോൾ ചോറ് വേണമെന്ന് ഭയങ്കര നിർബന്ധം. ഞാൻ പറഞ്ഞു പൊറോട്ട ചപ്പാത്തി എന്താ ഉണ്ടാക്കാം. പൊറോട്ട ചപ്പാത്തി ഒന്നും വേണ്ടെന്ന് ചോറ് നിങ്ങൾ ഉണ്ടാക്കലാണോ ഭക്ഷണം? ആ ചോറൊക്കെ ഉണ്ടാക്കി ഇന്നെല്ലാം മുഴുവിട്ട് വെച്ചിരിക്കുന്നു. മുഴുവിട്ട കറി തേങ്ങ അരക്കല്ല. പിന്നെ അത് ഞാൻ എന്നാൽ വേഗം ചോറൊക്കെ ഇടാൻ ചോറ് വെച്ച് മീൻ മുറിക്കുമ്പോൾ എന്നോട് വേഗം മുറുക്കി കൂട്ടാൻ വെക്കി ചോറ് തരി പറഞ്ഞിട്ട് അത് ചൂടോടൊക്കെ ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് ഒരു 70-ൻ്റെ അടുത്തായി. 64. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. എൻ്റെ ഓളെ മുന്നിൽ എൻ്റെ മരണമില്ലാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പഠിച്ചോന് എല്ലാം കാണുന്നവനാണല്ലോ. പഠിച്ചോനാണല്ലോ വലിയോന്. അതെ. എത്ര എന്തെങ്കിലും പണിക്ക് മുന്നേ പോയിനോ? ഞാൻ ഇവിടെ ഇങ്ങനെ ചെറിയ സ്രാബ് ഉണ്ടായി. പള്ളിയിൽ ചെറിയ ക്ലീനിങ്ങും എല്ലാം ഓള് പണിക്ക് പോകും. അപ്പോൾ അങ്ങനെ അവിടുന്ന് കഴിഞ്ഞു പോകും. അതിനിടയ്ക്ക് എന്തെങ്കിലും വീടിൻ്റെ മുറ്റത്ത് നന്നാക്കാനൊക്കെ അവിടെ പറിക്കാനൊരു ചെറിയ പണിയെല്ലാം ഉണ്ടെങ്കിൽ അതിന് ഇവിടെ എത്തിയാണ്ട് കുളിക്കും. ഇവിടെ കസേര ഇരുത്തിയിട്ട് കുളിപ്പിക്കണല്ലേ? മഴ ഉണ്ടെങ്കിൽ കുളിപ്പിക്കില്ല. വെള്ളം ചൂടാക്കും. ചിലപ്പോൾ പച്ചവെള്ളത്തിൽ കുളിക്കും. ഇപ്പോൾ ഒരാഴ്ചയായി കുളിച്ചിട്ട് അല്ലേ? ഇതാണ് നമ്മുടെ അടുക്കള അല്ലേ? അടുക്കള. ചോറും കറിയില്ല ഉണ്ടാക്കും. എന്താ കറി? അയില കറിയാണല്ലേ? അയില നല്ല മുളകിട്ട് വെച്ചിട്ടുണ്ട്. നല്ല മണൊക്കെ വരുന്നുണ്ട്. ചോറ് ഇവിടെ ഒരു പേപ്പറൊക്കെ ഇരിക്കുന്നേ അത് സൂര്യൻ്റെ വെയിൽ ഉച്ച വരുമ്പോൾ ഇങ്ങോട്ട് മാറിയുമ്പോൾ ഈ അടുപ്പിൻ്റെ മുകളിലുള്ള ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരിക. അപ്പോൾ ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യാതെ നിൽക്കുക.
നോക്കാനാളില്ല, ഉമ്മ നോക്കാനാളില്ല. അതാണ് ആളുടെ ഇത്. ഇവിടെ എങ്ങനെ ഇട്ടിച്ചിട്ട് പോവാൻ പറ്റൂല. ഒരു നിലക്കും ഇട്ടിച്ച് പോയിക്കൂട. പിന്നെ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലും നടന്നിട്ടില്ലെങ്കിലും ഞാൻ അതിനിട്ടിച്ച് പോയാൽ ആ വേദന തീരൂല. രീതി ആർക്കും വരാതിരിക്കട്ടെ. വെക്കാതെ വിളിക്കും, വായു വെക്കാതെ വിളിക്കും. കാക്ക ഇവിടെ ഉണ്ട്, ഉമ്മ പോയിട്ടില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നമ്മളെ അടുക്കളയിലേ ചോറ് കൊണ്ടുവന്ന് നല്ല അയിലല്ലേ, അയില കറി വെച്ചിട്ടുണ്ട്. അയില മുളകിട്ട് നല്ല ഉസ്താറാക്കി വെച്ചിട്ടുണ്ട് കാക്ക. നല്ലത് നല്ല അതിന്റെ അടുത്ത് മൂടി തുറന്നപ്പോ ഭയങ്കര സ്മെല്ല്, ഭയങ്കര വാസന. അല്ലേ ചോറ് ഞാൻ വരുമ്പോ കഴിച്ചു. നിങ്ങളെ കറി കൂട്ടി ചോറ് ഇന്നില്ലേ? നിങ്ങള് വെച്ചില്ലേ? 2 ലക്ഷം മീനൊന്നും ഉള്ളി കൊടുത്ത് നമ്മളൊന്നും ഇല്ലാതെ ഉള്ളി കൊടുക്കണം. നല്ല രസത്തിൽ വെക്കണതാണ് അത് തന്നെ. രസത്തില് വെക്കണം, പിന്നെ അങ്ങനെ തന്നെയല്ലേ അല്ലേ? നല്ല രസത്തിൽ വെക്കണ്ടേ ഭയങ്കരൊക്കെ. നിങ്ങളെ സ്ഥലം എവിടെയാണ്? ഇവിടെ കൊണ്ടോട്ടിയാണോ? കോഴിക്കോട്. നിങ്ങള് അയൽവാസിയായിരുന്നോ? ഇല്ലില്ല, ഞാൻ ഇവിടെ കോഴിക്കോട് മാനാഞ്ചറിനോട് ഞങ്ങള് പിടിച്ചിട്ടില്ല CH അതിന്റെ നേരെ വെച്ച് ബസ് സ്റ്റോപ്പിന്റെ അവിടുന്ന് കണ്ടുപിട്ടി. അവിടുന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയാണ്. നിങ്ങളാണ് അവര് ഉമ്മയും ഉപ്പയും പറയുന്ന ആ സിദ്ദിഖാക്ക അല്ലെ? ഗവൺമെന്റ് തലത്തിൽ ഇങ്ങനെ ദമ്പതികളെ താമസിപ്പിക്കാനുള്ള ഇവിടെ ഒന്നും ഇല്ല, നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ 2 സ്ഥലത്താക്കാൻ പറ്റില്ല. ഭയങ്കര വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ്. കുഴപ്പമൊന്നുമില്ല ഇവർക്ക്. ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ട് ഇവർക്ക് ഈ കണ്ണും കാണുന്നില്ല, ഒരു ഭാഗം തളർന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാളെ സഹായം വേണം. അപ്പൊ നൂറുജാങ്ക് ഒറ്റക്ക് സാധിക്കില്ല. പിന്നെ ചോർന്നൊലിക്കുന്ന വീടാണിത്, മഴ പെയ്താൽ ചോർന്നൊലിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രയാസമാണ് ഇപ്പൊ അവർക്ക് വല്ലാത്തുള്ളത്. ആൾക്കും വേറെ വേറെ ഫാമിലി ഉണ്ടായിട്ട് ഒരു വീടും കല്യാണം കഴിച്ചാൽ അവരെ മക്കള് അവരെ വിട്ടു നിൽക്കുന്നത്. അതിനോട് എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. അല്ല, നമ്മൾ നോക്കുന്നില്ല, നമ്മളത് എന്താണെന്ന് നോക്കാതെ അവരുടെ ഇപ്പോൾ പ്രസന്റിൽ അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള കഥകളൊക്കെ നമ്മൾ പിന്നെ അന്വേഷിക്കാൻ അങ്ങനെ പോകുന്നില്ല. അപ്പൊ നൂർജാങ്ക പറയുന്നത് ഇതാണ്, ഞാൻ അവള് ഒറ്റപ്പെട്ടു പോകരുതെന്ന കാര്യത്തിൽ ഞാൻ അവളെ ഏറ്റെടുത്തതാണ്. ഞാൻ അത്ര നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഈ രൂപത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നാലും ആസിദാദിനെ വിട്ടു പോവാൻ നൂർജാങ്ക തയ്യാറുമല്ല. രണ്ടുപേരും വിട്ടു പോകുന്നുണ്ടെങ്കിലും മക്കളെ സ്വീകരിക്കാൻ അങ്ങനെ ഉണ്ടോ? ഇല്ല, നൂർജാങ്കന്റെ മക്കള് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ കൂടെ ആസിദാത്ത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നൂർജാങ്കയുടെയും ആസിദാത്തിന്റെയും വിശേഷങ്ങൾ പറയുന്നത്. അവര് ഒരുപാടൊന്നും നമ്മളോട് ഇങ്ങനെ കൈനീട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരിപ്പോൾ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ പരിതാപകരമാണ്. കണ്ടില്ല, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ആസിദാത്ത നടക്കാനൊന്നിനും കഴിയാത്ത, കണ്ണ് കാണാത്ത, എത്ര 6 വർഷത്തോളമായിട്ട് കണ്ണ് കാണാത്ത ഒരു അവസ്ഥയിലാണുള്ളത്, ഷുഗർ കൂടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ നിർവഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വാടക വീട്, സ്വന്തമായിട്ട് വീടൊന്നും കൂടെ അവർ പറയുന്നില്ല, ഒരു വാടക വീട്, ഒരു അടച്ചുറപ്പുള്ള മഴയിൽ തോരാത്തൊരു വീട് ആർക്കെങ്കിലും അത് ഏറ്റെടുത്തിട്ട് ഒന്ന് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വളരെ 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 ഒരു പുണ്യപ്രവൃത്തി ആയിരിക്കും എന്നാണ് നമ്മൾ പ്രേക്ഷകരുടെ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുന്നതാണ്.